ദിതിയുടെ മക്കളായിട്ടാണ് ജയവിജയന്മാർ പറഞ്ഞ രണ്ടാളുകൾ വൈകുണ്ഠത്തിലെ ഭഗവാന്റെ കാവൽക്കാരായിരുന്നു. വൈകുണ്ഠത്തിലെ കാവൽക്കാരാണ്. ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തിൽ കാവൽ നിൽക്കുന്ന ആളാണ് രണ്ടാൾ, ജയൻ വിജയൻ പറഞ്ഞ രണ്ടാൾ. അവർ രണ്ടാളും പിന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് ധനകൻ, സനന്ദൻ, സനാതനൻ, സനൽ, ആ നാലാളുകൾ അവിടെ ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ്. പോയപ്പോൾ ഇവർ തടഞ്ഞു നിർത്തും. തടഞ്ഞു നിർത്തിയപ്പോൾ പറയും ഭഗവാനെ കാണാൻ വരുന്നെങ്കിൽ ആർക്കും തടസ്സം പാടില്ല, തടയാൻ പാടില്ല എന്നൊക്കെ മഹർഷിമാർ പറഞ്ഞത് കൂട്ടാക്കണ്ട്. തടഞ്ഞു നിർത്തുമ്പോൾ അവർക്ക് ദേഷ്യം വരും. എന്നാൽ അവർക്ക് ദേഷ്യം വരാൻ പാടുണ്ടോ? അതും പാടില്ല. ഭഗവാന്റെ ഭക്തന്മാരാണ്, സനകാദികളാണ്, അവർക്ക് ഒരിക്കലും ദേഷ്യം പാടില്ല. എന്നിട്ടും അവർക്ക് അപ്പം ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് ഇവരെ കാമാനുജൻ എന്നാണ് പറയുക. ദേഷ്യത്തിന് കാമത്തിൻ്റെ അനുജനാണ് ക്രോധം. ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. അപ്പോൾ കാമാനുജനെ പറയുന്നത്, ദേഷ്യം എന്ന് പറയുന്നില്ല, ക്രോധം വന്നു എന്ന് പറയുന്നില്ല, കാമാനുജൻ വന്നു എന്നാണ് പറയുന്നത്. കാമാനുജൻ വന്നു ഇവർക്കാർക്ക്, ഈ സനകാദികൾക്ക്. എന്നിട്ട് ഇവരെ ശപിച്ചു, നിങ്ങൾ ഈ വൈകുണ്ഠത്തിൽ ഇരിക്കാൻ യോഗ്യരല്ല, നിങ്ങൾ അസുരന്മാരായി പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും. അപ്പോൾ അവർക്ക് മാനസാന്തരം, പരിഭ്രമാവും, കാക്കൽ വീഴും, നമസ്കരിക്കും. എന്നിട്ട് പറയും ശാപമോക്ഷം തരണം പറയും. അപ്പോഴേക്കും ഭഗവാൻ അവിടെ ഗരുഡൻ്റെ ചുമലിൽ കയ്യും വെച്ചുകൊണ്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടും. ഭഗവാൻ വന്നിട്ട് പറയും, നിങ്ങൾ ഈ ശാപം അർഹിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് അഹങ്കാരം കുറച്ചുണ്ട്. ആ അഹങ്കാരം തീരണമെങ്കിൽ ഒരു 3 ജന്മം വേണം. ഈ 3 ജന്മം നിങ്ങൾ എന്നെ ദേഷ്യത്തോടു കൂടി എന്നെ ഭജിക്കൂ, എന്നാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്നെ എത്താൻ സാധിക്കും. സ്നേഹം കൊണ്ടോ ഭക്തി കൊണ്ടോ ഭയം കൊണ്ടോ ഒന്നും പറ്റില്ല. ദേഷ്യത്തോടു കൂടി എന്നെ സ്മരിക്കണം. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് 3 ജന്മം കൊണ്ട് എന്നിലേക്ക് എത്തിത്തീരാൻ സാധിക്കുമെന്ന് ഭഗവാൻ അനുഗ്രഹിക്കും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് അപ്പോൾ ഈ മഹർഷിമാർക്ക് സങ്കടം, സനകാദികൾക്ക് സങ്കടവും, ഞങ്ങളിങ്ങനെ ശപിച്ചുവല്ലോ ഭഗവാന്റെ കിങ്കരന്മാരെ എന്ന് പറയും. അപ്പോൾ പറയും, അല്ല, നിങ്ങളുടെ കുറ്റമല്ല, ഈ ശാപം ഇയാൾ കുറച്ച് മുമ്പേ കിട്ടേണ്ടതായിരുന്നു. ഒരു പ്രാവശ്യം രമ എന്നെ കാണാൻ, അതായത് ഭഗവാന്റെ ഭാര്യ തന്നെ ഭഗവാനെ എൻ്റെ മുറിയിലേക്ക് കയറാൻ പോയപ്പോൾ ഇവർ തടുത്ത് നിർത്തി. അപ്പോൾ രമ ദേഷ്യം വന്നിട്ട് ശപിക്കാൻ പുറപ്പെട്ടതാണ്. അപ്പം ഞാനാണ് തടഞ്ഞു നിർത്തിയത്. ശപിക്കണ്ട പറഞ്ഞ് ഞാൻ തടഞ്ഞു നിർത്തിയാണ്. ആ അഹങ്കാരം ഇവർക്ക് ഇന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇവർ ശാപത്തിന് അർഹരാണെന്ന് പറഞ്ഞിട്ട് ശപിക്കും. അങ്ങനെ അവിടുന്ന് താഴോട്ട് പതിക്കുമ്പോഴാണ് ഈ 2 ജയവിജയന്മാർ താഴത്തോട്ട് പതിക്കുക എന്നാണ് പറയുക. ആ സമയത്താണ് ഇവിടെ ദിതി ഗർഭം ധരിച്ചിട്ട്, ദിതി കാശ്യപൻ പറഞ്ഞത് കേൾക്കാണ്ട് സന്ധ്യാസമയത്ത് പുത്രോത്പാദനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദിതിക്ക് ഗർഭമായിട്ട് ആ ദിതിയുടെ ഗർഭത്തിലേക്ക് ഈ സനകനും ഈ ജയനും വിജയനും വന്ന് വീഴുകയാണ്. അതാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും രണ്ടാൾ ആയിട്ട് വരുന്നത്. ആ ഹിരണ്യകശിപു ഈ ഗർഭമായത് മുതൽ ഈ ദിതിക്ക് പരിഭ്രമാവും, ഈ ദുഷ്ടന്മാരാവുമല്ലോ എൻ്റെ മക്കൾ, അപ്പോൾ ലോകത്തിന് ശല്യമാവുമല്ലോ, അതിനെന്താ ചെയ്യാൻ, 100 കൊല്ലം പ്രസവിക്കാണ്ടിരുന്നു എന്നാണ്, ഗർഭം ധരിച്ചിരുന്നു പ്രസവിക്കാണ്ട്. എന്നിട്ടും കാര്യമില്ല, പിന്നെയും എന്തായാലും പ്രസവിച്ചേ പറ്റുള്ളൂ. 100 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രസവിക്കുന്നത്. അതിൽ ഒരാൾ ഹിരണ്യകശിപു, ഒരാൾ ഹിരണ്യാക്ഷൻ. ഏട്ടൻ ഹിരണ്യകശിപു, രണ്ടാമൻ ഹിരണ്യാക്ഷൻ. അവർ രണ്ടാളും ജനിച്ചപ്പോഴേക്ക് തന്നെ ലോകത്ത് മുഴുവൻ ദുഃഖങ്ങൾ വന്ന് നിറഞ്ഞു എന്നാണ്. അത്ര ദുഷ്ടന്മാരായിട്ടാണ്. ഹിരണ്യാക്ഷൻ എപ്പോഴും ഗതയും കൈ പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് ആരാളുള്ള ഇവരൊക്കെ ജനിക്കുമ്പോഴേക്കും വലുതാവും, വലിയ ആളുകളാവും, കുട്ടികളായിട്ടൊന്നുമില്ല. അങ്ങനെ നടക്കും. ഹിരണ്യകശിപു ആണെങ്കിൽ ലോകത്തിൽ മുഴുവൻ എല്ലാവരെയും വിഷ്ണു എവിടെയാണ് തിരഞ്ഞു നോക്കുക. എൻ്റെ ശത്രുവാണ് വിഷ്ണുവിനോടുള്ള ദേഷ്യമാണ്. അങ്ങനെ തിരഞ്ഞു നോക്കിയിട്ടാണ് സകല ദിക്കിലും നടക്കുന്നത്. അങ്ങനെ കുറേ കാലം നടക്കുമ്പോൾ വൈകുണ്ഠത്തിൽ വരെ ചെല്ലുന്നതാണ്. അപ്പോൾ എവിടെയും വിഷ്ണുവിനെ കാണില്ല. അപ്പോൾ വിഷ്ണു എവിടെയാണ് ഒളിക്കുക? വിഷ്ണു ഈ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലാണ് ഒളിക്കുക എന്ന്. അപ്പോൾ ഒരു കള്ളനെ പറ്റി അവിടെ സൂചിപ്പിക്കും. ഒരു കള്ളന്മാർക്ക് എന്താ വെച്ചാൽ, കള്ളൻ്റെ ബാഗിൽ നമ്മളൊരു സാധനം കൊണ്ടുവച്ചാൽ അത് കള്ളൻ കാണില്ല. നമ്മളുടെ ബാഗിലൊക്കെ കള്ളൻ തിരഞ്ഞ് നോക്കും. നമ്മുടെ ബാഗിലും കിടക്കരടിയിലും പായടടിയിലും ഒക്കെ നോക്കും. പക്ഷെ കള്ളൻ്റെ ബാഗിലുണ്ടോയെന്ന് കള്ളൻ അറിയില്ല. അതുപോലെ ഭഗവാൻ ഉള്ളിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഭഗവാനെ തിരഞ്ഞിട്ട് അമ്പലത്തിലും ആശ്രമത്തിലും പിന്നെ പള്ളിയിലും പിന്നെ തിരഞ്ഞു നോക്കുകയാണ്, എല്ലാ ദിക്കിലും നോക്കുകയാണ്. ഭഗവാനെ എവിടെയാണ് കാണുക? എവിടെയും ഭഗവാനെ കാണില്ല. ഭഗവാൻ എൻ്റെ ഹൃദയത്തിലുണ്ട്, അത് മാത്രം ഞാൻ കാണുന്നില്ല എന്നാണ് പറയുക. അങ്ങനെ ഭഗവാനെ തിരഞ്ഞ് നടക്കുകയാണ് ഹിരണ്യകശിപു. ഹിരണ്യാക്ഷൻ പിന്നെ ഇങ്ങനെ ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗതയും ചുഴറ്റി എല്ലാത്തിനും വരുണൻ്റെ അടുത്ത് പോയിട്ട് പറയും, അങ്ങ് പിന്നെ അശ്വമേധ യാഗമൊക്കെ ചെയ്ത ആളല്ലേ, അതുകൊണ്ട് പിന്നെ എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ പറയില്ല, എനിക്കിപ്പോൾ വയസ്സായി, യുദ്ധമൊന്നും വയ്യ, നിന്നോട് ജയിക്കാനുള്ള ഒരാൾ വരും, അത് കാത്തിരുന്നു എന്ന് പറയും. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് പിന്നെ ഹിരണ്യാക്ഷന് ബ്രഹ്മദേവന് അടുത്ത് ചെന്നിട്ട്, സ്വയംഭൂമനുടെയൊക്കെ കഥ, അതൊക്കെ കുറേ കഥയുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഭൂമി വെള്ളത്തിലേക്ക് ആഴ്ന്നു പോയി, ഞാൻ എവിടെയാണ് സൃഷ്ടിച്ചാൽ നിർത്തുക എന്ന് ചോദിക്കുകയാണ് സ്വയംഭൂമനു. അപ്പോഴാണ് ഭഗവാൻ
ബ്രഹ്മാവ് പറയും ഞാൻ വെള്ളവും വായുവിനെയൊക്കെ കുടിച്ച് തീർത്താണല്ലോ, പിന്നെ ഈ വെള്ളം എവിടെ ഉണ്ടായേ, എവിടുന്നാണ് ഈ ഭൂമി ഒളിപ്പിച്ച് വെക്കാൻ സമുദ്രം ഉണ്ടായേ ചോദിക്കുകയാണ്. ആ സമയത്ത് അങ്ങനെ ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ കൂടി പിന്നെ ഒരു പന്നിക്കുട്ടിയായിട്ട് ഭഗവാൻ പുറത്തു വരികയാണ്. ആ പന്നിക്കുട്ടിയാണ് ഹിരണ്യാക്ഷനെ കൊല്ലുന്നത്.